പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത്, നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന ലളിതവും എന്നാൽ അതീവ രഹസ്യവുമായ ഒരു താന്ത്രിക മാർഗത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. മനുഷ്യ ജീവിതം എന്നത് എന്നും പോരാട്ടങ്ങൾ നിറഞ്ഞതാണ്. കഠിനാധ്വാനം ചെയ്തിട്ടും പണം കൈവശം നിൽക്കുന്നില്ല. കടബാധ്യതകൾ കൊണ്ട് വീർപ്പ് മുട്ടുന്നു. ആഗ്രഹിച്ച ജോലി ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ കുടുംബത്തിൽ അസ്വസ്ഥതകൾ. ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ ദിവസവും ഓരോരുത്തരും കടന്നു പോകുന്നത്. പലപ്പോഴും നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് എനിക്കു മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മളുടെ ശാസ്ത്രങ്ങൾ നമ്മോട് പറയുന്നത് കഠിനാധ്വാനത്തോടൊപ്പം തന്നെ ഭാഗ്യവും ദൈവാനുഗ്രഹവും പോസിറ്റീവ് ഊർജവും ഒത്തുചേരുമ്പോൾ മാത്രമേ ജീവിതം പൂർണ്ണമാകൂ എന്നാണ്. ഭാരതീയ തന്ത്രശാസ്ത്രത്തിലും ജ്യോതിഷത്തിലും പ്രകൃതിദത്തമായ വസ്തുക്കൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പ്രപഞ്ചത്തിലെ ഊർജത്തെ ആവാഹിക്കാൻ കഴിവുള്ള പല വസ്തുക്കളും നമ്മുടെ ചുറ്റിലുമുണ്ട്. അതിലൊന്നാണ് നാം നിത്യവും അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഗ്രാമ്പു. വെറുമൊരു മസാലക്കൂട്ട് എന്നതിനപ്പുറം ഗ്രാമ്പുവിന് നെഗറ്റീവ് ഊർജത്തെ വലിച്ചെടുക്കാനും പോസിറ്റീവ് എനർജിയെ ആകർഷിക്കാനുമുള്ള സവിശേഷമായ കഴിവുണ്ടെന്ന് നമ്മുടെ പൂർവികർ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പത്തും വന്നുചേരാൻ ഗ്രാമ്പു എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന ഒരു തന്ത്രമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുൻപായി നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറന്നു പോകരുത്. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുകയും ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വെള്ളിയാഴ്ച രാത്രി ദിവസം ഗ്രാമ്പു ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പ്രത്യേക പരിഹാരത്തെക്കുറിച്ചാണ് ഞാൻ വിവരിക്കാൻ പോകുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഗ്രാമ്പു ഇത്രത്തോളം ശക്തിയുള്ളതാകുന്നത് എന്ന്? തന്ത്രശാസ്ത്ര പ്രകാരം ഗ്രാമ്പു ഗ്രഹങ്ങളുടെ ഊർജത്തെ ആവാഹിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളെയും ഐശ്വര്യത്തെയും നിയന്ത്രിക്കുന്ന ശുക്രൻ, ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ പ്രീതി നേടാൻ ഗ്രാമ്പു ഉത്തമമാണ്. ലക്ഷ്മി ദേവിക്ക് അതീവ പ്രിയപ്പെട്ട ഒന്നാണ് ഗ്രാമ്പു. വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിയുടെ ദിവസമായതിനാൽ അന്നേ ദിവസം ചെയ്യുന്ന ഈ കർമ്മത്തിന് ഇരട്ടി ഫലം ലഭിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. എന്തു കാര്യങ്ങൾ ചെയ്താലും നമ്മുടെ വീട്ടിൽ ഐശ്വര്യം തടയപ്പെടുന്നത് പലപ്പോഴും നെഗറ്റീവ് ഊർജം മൂലമാണ്. നമ്മൾ ദൈവവിശ്വാസം ഉള്ളവരായാലും എത്രത്തോളം ദൈവത്തെ പ്രാർത്ഥിക്കുകയും ചെയ്താലും നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പുരോഗതിയും ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ഗ്രാമ്പുവിൻ്റെ ഗന്ധം പോലും വീട്ടിലെ ദോഷങ്ങളെ അകറ്റാൻ സഹായിക്കുന്ന ഒന്നാണ്. ആധുനിക ജീവിതത്തിൽ വലിയ ഹോമങ്ങളോ പൂജകളോ നടത്താൻ നമുക്ക് സാധിച്ചെന്നു വരില്ല. അത്തരക്കാർക്ക് വേണ്ടിയാണ് ലളിതവും ഫലപ്രദവുമായ ഇത്തരം ഗൃഹപരിഹാരങ്ങൾ ശാസ്ത്രം നിർദ്ദേശിക്കുന്നത്. ഗ്രാമ്പു ഉപയോഗിച്ചിട്ട് ഈ പരിഹാരം ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്ന് നോക്കാം. ഈ പരിഹാരം അതീവം ശുദ്ധിയോടുകൂടിയും വിശ്വാസത്തോടു കൂടിയും വേണം ചെയ്യാനായിട്ട്. ഈ കർമ്മം നിർവഹിക്കാൻ ഉചിതമായിട്ടുള്ള സമയം എന്നത് വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം സന്ധ്യാസമയത്താണ്. അതായത് നാം വൈകുന്നേരം വീട്ടിൽ വിളക്ക് തെളിക്കുന്ന സമയത്താണ് ഈ ഒരു കർമ്മം നിർവഹിക്കേണ്ടത്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് പ്രധാനമായും ഗ്രാമ്പു ആണ് വേണ്ടത്. അത് 5 എണ്ണം വേണം എടുക്കാനായിട്ട്. 5 ഗ്രാമ്പു എടുക്കുക. അതും നമ്മൾ ഗ്രാമ്പു എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുകളിൽ പൂവുള്ള പൊട്ടാത്ത നല്ല ഗ്രാമ്പു വേണം എടുക്കാനായിട്ട്. കേടുവന്നതോ അല്ലെങ്കിൽ പൊട്ടിയതോ ആയിട്ടുള്ള ഗ്രാമ്പു എടുക്കാതിരിക്കുക.
പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചുവന്ന റോസാപ്പൂവാണ്. ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണിത്. ലഭ്യമല്ലെങ്കിൽ നിങ്ങൾക്ക് ചുവന്ന നിറത്തിലുള്ള മറ്റു പൂവുകൾ ഉപയോഗിക്കാം. ചെമ്പരത്തിയോ ചെത്തിയോ അങ്ങനെ മറ്റേതെങ്കിലും പൂവുകളായാലും ഉപയോഗിക്കാം. ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് നോക്കാം. പൂജാമുറി നമ്മൾ വൈകുന്നേരം വിളക്ക് കത്തിക്കുന്നതിന് മുൻപ് പൂജാമുറി നല്ല രീതിയിൽ വൃത്തിയാക്കിയതിനു ശേഷം ദീപം തെളിക്കുക. ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിന് മുന്നിലിരിക്കുക. അതിനുശേഷം ചുവന്ന റോസാപ്പൂവിൻ്റെ ഇതളുകൾക്കിടയിൽ 5 ഗ്രാമ്പൂക്കൾ ആരും കാണാത്ത വിധം ഒളിപ്പിച്ചു വയ്ക്കുക. ഈ പൂവ് ലക്ഷ്മി ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ, ആഗ്രഹങ്ങൾ എന്നിവ ഒരു കുട്ടി സ്വന്തം അമ്മയോട് എന്ന പോലെ തുറന്നു പറയുക. അതിനുശേഷം നമ്മുടെ പ്രാർത്ഥന അതിയായി പൂർണ്ണ വിശ്വാസത്തോടെ മാത്രം ഈ ഒരു കർമ്മം നിർവഹിക്കുക. അതിനുശേഷം പ്രാർത്ഥന കഴിഞ്ഞ് ഏകദേശം അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഗ്രാമ്പൂവും പൂവും അവിടെ വെച്ച ശേഷം ആ പൂവിൽ നിന്നും 5 ഗ്രാമ്പൂക്കൾ മാത്രം എടുത്ത് ഒരു ചെറിയ പാത്രത്തിലോ ടിന്നിലോ ആരും കാണാതെ പൂജാമുറിയിൽ തന്നെ സൂക്ഷിച്ചു വയ്ക്കുക. റോസാപ്പൂവ് അടുത്ത ദിവസം ശനിയാഴ്ച, നമ്മൾ വെള്ളിയാഴ്ചയാണ് ഈ കർമ്മം നിർവഹിക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം ശനിയാഴ്ച ഒഴുകുന്ന വെള്ളത്തിലോ അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത ശുദ്ധമായ സ്ഥലത്തോ ഉപേക്ഷിക്കുക. നിങ്ങൾക്ക് റോസാപ്പൂവ് കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു ചെമ്പരത്തിപ്പൂവോ അല്ലെങ്കിൽ ചെത്തിപ്പൂവോ മറ്റോ ഉപയോഗിക്കാം, ചുവന്ന നിറത്തിലുള്ള പൂവ്. അപ്പോൾ അതിനുള്ളിൽ പൂക്കൾ കൂട്ടിവെച്ച് അതിനുള്ളിൽ വേണം ഗ്രാമ്പൂ വയ്ക്കാനായിട്ട്. അതിനുശേഷം പ്രാർത്ഥന കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം ഗ്രാമ്പൂ ഇതേപോലെ തന്നെ ഒരു പാത്രത്തിലോ ടിന്നിലോ ആക്കിയിട്ട് നിങ്ങൾ പൂജാമുറിയിൽ തന്നെ സൂക്ഷിക്കണം. ഈ ഒരു കർമ്മം ഒരു വെള്ളിയാഴ്ച മാത്രം ചെയ്താൽ പോരാ. തുടർച്ചയായിട്ടുള്ള 5 വെള്ളിയാഴ്ചകളിൽ ഈ പരിഹാരം ചെയ്യേണ്ടതുണ്ട്. ഓരോ ആഴ്ചയും 5 ഗ്രാമ്പൂ വീതം സമർപ്പിക്കുകയും പിന്നീട് അതെടുത്ത് നമ്മൾ ആദ്യം സൂക്ഷിച്ചിട്ടുള്ള അതേ പാത്രത്തിൽ തന്നെ സൂക്ഷിക്കുകയും ചെയ്യുക. ഇങ്ങനെ 5 ആഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങളുടെ പക്കൽ 25 ഗ്രാമ്പൂക്കൾ ഉണ്ടാകും. ഈ 25 ഗ്രാമ്പൂക്കളും നിങ്ങളുടെ പ്രാർത്ഥനയുടെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹത്തിൻ്റെ ചൈതന്യം നിറഞ്ഞവയായിരിക്കും. അതിനുശേഷം 5-ാമത്തെ വെള്ളിയാഴ്ച ഈ 25 ഗ്രാമ്പൂവും എടുത്ത് ഒരു മഞ്ഞ തുണിയിൽ കെട്ടുക. വ്യാഴത്തിൻ്റെ നിറമായ മഞ്ഞ ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ്. ഈ മഞ്ഞക്കിഴി നിങ്ങൾ പണം സൂക്ഷിക്കുന്ന അലമാരയിലോ അല്ലെങ്കിൽ ലോക്കറിലോ, ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ക്യാഷ് ബോക്സിലോ വയ്ക്കുക. പേഴ്സിൽ വയ്ക്കുന്നതും ഉത്തമമാണ്. ഇതുവഴി 4 ഭാഗത്തു നിന്നുമുള്ള ധനം നിങ്ങളിലേക്ക് എത്തുകയും അനാവശ്യ ചെലവുകൾ കുറയുകയും ചെയ്യും എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഈ ഒരു കർമ്മം നിർവഹിക്കുമ്പോൾ അതിന് മുടക്കം വന്നാൽ, അതായത് യാത്രയോ ശാരീരിക അശുദ്ധിയോ കാരണം ഏതെങ്കിലും ആഴ്ച ഈ ഒരു കർമ്മം മുടങ്ങിയാൽ വിഷമിക്കേണ്ടതില്ല. അടുത്ത വെള്ളിയാഴ്ച മുതൽ നിങ്ങൾക്ക് ഈ കർമ്മം വീണ്ടും തുടരാവുന്നതാണ്. ആകെ 25 ഗ്രാമ്പു പൂർത്തിയാക്കുക എന്നതാണ് പ്രധാനം. അതുപോലെ തന്നെ ഈ ഒരു കർമ്മം നിർവഹിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും ശരീരവും ശുദ്ധമായിരിക്കണം. ആരോടും ദേഷ്യപ്പെടുകയോ അശുഭകാര്യങ്ങൾ ചിന്തിക്കുകയോ ചെയ്യരുത്. ശത്രുതയില്ലാതെ, ആരോടും ഒരു ദേഷ്യവുമില്ലാതെ, ശാന്തിയോടുകൂടി, സമാധാനത്തോടുകൂടി, പോസിറ്റീവായ മനസ്സോടുകൂടി വേണം ഈ ഒരു കർമ്മം നിർവഹിക്കാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു കർമ്മം, ഈ ഒരു പരിഹാരം ചെയ്യുമ്പോൾ ഈ കർമ്മത്തെക്കുറിച്ച് മറ്റുള്ളവരോട് അനാവശ്യമായി സംസാരിക്കരുത്. വിശ്വാസം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം വേഗത്തിൽ ഫലം ലഭിക്കും. നിങ്ങൾ ഈ കർമ്മം നിർവഹിക്കുന്നത് മറ്റുള്ളവരോട് പറയുന്നത് വഴി ആ കർമ്മത്തിൻ്റെ ഫലമാണ് നഷ്ടമാകുന്നത്. അതുപോലെ തന്നെ വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങൾ ഈ പറയുന്നത് കേൾക്കുന്നതെങ്കിൽ അവരുടെ വാക്കുകൾ ചിലപ്പോൾ നിങ്ങളിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരാനുള്ള സാധ്യത കൂട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പൂർണ്ണ വിശ്വാസമാണ് ഈ ഒരു കർമ്മത്തിൽ വേണ്ടത്. ആ വിശ്വാസത്തിനനുസരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫലങ്ങൾ ലഭിക്കും.
അതുകൊണ്ടാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നത് നിങ്ങൾ ആരോടും തന്നെ പങ്കുവയ്ക്കരുത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രഹസ്യാത്മകത ഈ ഒരു കർമ്മത്തിന് വേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ കിഴി കെട്ടിയിട്ടുള്ള ഗ്രാമ്പു എത്ര ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കാം. അതായത് നിങ്ങളുടെ അലമാരയിലോ ക്യാഷ് ബോക്സിലോ പണം വയ്ക്കുന്ന പേഴ്സിലോ എത്ര നാൾ സൂക്ഷിക്കാമെന്നത്, അതായത് 6 മാസം വരെ നിങ്ങൾക്ക് ഈ ഒരു കിഴി സൂക്ഷിക്കാം. അതിനുശേഷം അത് മാറ്റുന്നത് നല്ലതാണ്. പഴയ ഗ്രാമ്പുക്കൾ ജലാശയത്തിൽ ഒഴുക്കിവിടാം. ഒരിക്കലും അശുദ്ധമായിട്ടുള്ള സ്ഥലത്തോ വൃത്തിയില്ലാത്ത സ്ഥലത്ത് ഒന്നും തന്നെ ഈ ഒരു പഴയ ഗ്രാമ്പു നിക്ഷേപിക്കാൻ പാടുള്ളതല്ല. അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് ഈ കർമ്മം നിർവഹിച്ച് ഇതേപോലെ തന്നെ വീണ്ടും സൂക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ ഗൃഹത്തിലും നിങ്ങൾക്ക് ചുറ്റുമായും പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കാൻ ഇത് എന്നും സഹായിക്കും. നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യവും സമ്പത്തും വന്നു ചേരാനും ഇത് നിങ്ങൾക്ക് സഹായിക്കും. ജീവിതത്തിൽ നമ്മൾ പല പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴും പ്രപഞ്ചം നമുക്കായി ചില വഴികൾ കാത്തുവച്ചിട്ടുണ്ടാകും. വിശ്വാസമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഗ്രാമ്പു എന്ന ചെറിയ വസ്തുവിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ തടസ്സങ്ങൾ നീങ്ങാൻ ഈ കർമ്മം നിങ്ങളെ സഹായിക്കും. എന്നാൽ ഓർക്കുക, കർമ്മം ചെയ്യാതെ ഫലം ലഭിക്കില്ല. നിങ്ങളുടെ ജോലികൾ പൂർണ്ണ അർപ്പണബോധത്തോടെ ചെയ്യുക. അതിനോടൊപ്പം ഇത്തരം ശാസ്ത്രീയവും താന്ത്രികവുമായ മാർഗങ്ങൾ പിന്തുടരുക. നമ്മൾ ചെയ്യുന്ന ചെറിയ ശുഭകർമ്മങ്ങൾ പോലും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുക. ദരിദ്രനായി ജീവിക്കുന്ന ഒരാൾക്ക് ഒരുപക്ഷെ ഈ ഒരു അറിവ് വലിയൊരു വെളിച്ചമായി മാറിയേക്കാം. എല്ലാവരുടെയും ജീവിതത്തിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടാകട്ടെ, ഐശ്വര്യവും സന്തോഷവും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവെക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമ്പത്തും വന്നു ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.